ശ്രീ അബിൻ വർഗി, ഒട്ടേറെ ഈ യാത്ര തുടങ്ങിയ ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, എതിര് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഇന്ത്യ ആകെ വലിയ രീതിയിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ആക്ഷേപങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു പരിധിവരെ അത്തരം ആക്ഷേപങ്ങൾക്ക് ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്. പലപ്പോഴും പരാജയപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം സ്ഥിരമായി ഏൽക്കാൻ തയ്യാറാവുകയാതെ നിൽക്കുകയോ സ്ഥിരതയുള്ള ഒരു നേതാവല്ല എന്നൊരു വലിയ പഴി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്ര രാഹുൽ ഗാന്ധി മറ്റ് ഒരു നേതാവിനും കഴിയാത്ത രീതിയിലേക്ക് ഒരു യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. കാലിനിടയായി ഇന്ത്യ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്ര ചെയ്തിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് ഇനി മടങ്ങി വരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് ഈ പാർട്ടിയെ ദേശീയ തലത്തിലെത്തിക്കാൻ ഈ യാത്ര കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാമതായി ഇത് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ മാത്രം ഒരു കോണ്ടെക്സ്റ്റിൽ കാണേണ്ട യാത്രയല്ല. ഭാരത് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ട്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 3220 കിലോമീറ്റർ 146 ദിവസം കൊണ്ട് സഞ്ചരിച്ച് അത് ശ്രീനഗറിൽ അവസാനിക്കാരെത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഞങ്ങൾ സവർക്കറെ കുറിച്ച് ചർച്ച ചെയ്തു. മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ ഗാന്ധിയെയും സവർക്കറെയും വേർതിരിച്ച് ചർച്ച ചെയ്തു. എന്താണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? അവർ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണെന്നും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രാഷ്ട്രീയമാണെന്നും മുന്നോട്ട് വെച്ചു. അത് ഈ രാജ്യം ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ BJPയുടെ യാത്രകൾ, രഥയാത്രകൾ നടത്തിയിട്ടുണ്ട്. അന്ന് മസ്ജിദ് ചോഡോ എന്ന് പറഞ്ഞ യാത്രയാണ് രഥയാത്ര LK അദ്വാനിയുടെ നടത്തിയത്. ഞങ്ങൾ ഇന്ന് നടത്തിയത് ഭാരത് ജോഡോ എന്ന് പറയുന്ന യാത്രയാണ് നടത്തിയത്. ഒന്ന് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ യാത്രയായിരുന്നപ്പോൾ ഇത് ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു യാത്രയാണ്. ആ മെസ്സേജ് ഇന്ത്യ മഹാരാജ്യത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം കൂടുതൽ സമയവും കേൾക്കുവാൻ വേണ്ടിയാണ് ഈ യാത്രയുടെ ഭൂരിഭാഗം സമയവും വിനിയോഗിച്ചത്. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് മുതൽ ഈ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തി. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഈ നമ്മുടെ സോഷ്യൽ സ്പെക്ട്രത്തിൻ്റെ പല വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്തി. ദളിത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി കേട്ടു. ഇപ്പോൾ കർണാടകയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്ഥലത്ത് ഏതാണ്ട് 35 കൊല്ലമായി ദളിതർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു റോട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ യാത്ര ചെയ്ത് ആ വിലക്കുകൾ നീക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായി. അതും മാത്രമല്ല, വിവിധ തലങ്ങളിൽ ഇപ്പോ കമൽ ഹാസൻ അതൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് വേണമെന്ന് സംസ്ഥാനം കൂടിയല്ലേ BJP. താങ്കൾ ഈ കർണാടക ഉദാഹരണം പറയുമ്പോൾ അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഒരു വ്യത്യസ്തമായ ആശയങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് BJPയും അതുപോലെ തന്നെ മറ്റു കക്ഷികളും രാഹുൽ ഗാന്ധിയെ ഒരു പപ്പു എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഇവിടെ സാധിച്ചിരുന്നു. ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി എന്താണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഐഡിയോളജിക്കലായി അദ്ദേഹം ഈ രാജ്യത്തോട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൃത്യമായി ചർച്ച ചെയ്യാൻ ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ സാധിച്ചു. അതുവഴി കോൺഗ്രസിന്റെ ഐഡിയോളജി ഇവിടെ വെക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കെതിരെ ഇപ്പോൾ ഞാൻ ഈ ചാനലിലിരുന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഇപ്പോൾ അദാനി തകർന്നടിയുന്ന കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക. അദാനിയെ പേരെടുത്ത് വിമർശിച്ച ഒരേ ഒരു രാഷ്ട്ര നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ചുമ്മാതാണോ വിമർശിച്ചേ? അദ്ദേഹം വിമർശിച്ച കാര്യങ്ങളൊക്കെ സത്യമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് ഈ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് ഹൗസുകൾ നിയന്ത്രിക്കുന്ന മീഡിയകൾ, ആ മീഡിയകൾ ഒന്നും തന്നെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് വാർത്ത പോലും സംപ്രേഷണം ചെയ്തില്ല. ഇവിടെ BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹം BJPയുടെ എന്തെല്ലാമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇവിടെ ടീഷർട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തി, ഇവിടെ കണ്ടെയ്നറിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളൊക്കെ പൊലിപ്പിച്ച് കാണിച്ച ഭാരതത്തിലെ കോർപ്പറേറ്റ് ഹൗസുകൾ നിയന്ത്രിക്കുന്ന BJPയുടെ നിയന്ത്രണത്തിലുള്ള മീഡിയ ഹൗസസിനെ പോലും അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു പാരലൽ മീഡിയ സംവിധാനം ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉന്നയിക്കാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ നിങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല, നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ പുറത്ത് പലയിടത്തും ഇത് ചർച്ച ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇവിടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ
സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിച്ചു. അതിന്റെ വ്യക്തമായ സക്സസ്ഫുള്ളായ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ഭാരത് ജോഡോ യാത്ര. ഇപ്പൊ കമൽ ഹാസനുമായിട്ടുള്ള ഇന്റർവ്യൂ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്റർവ്യൂകളിൽ ഏറ്റവും കൂടുതൽ വ്യൂബിലിറ്റി ഉള്ള ഇന്റർവ്യൂ ആയിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടത്, ഈ ഭാരതം കണ്ടത് രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവബിലിറ്റി മെഷീനറി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലും ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ കമ്മ്യൂണൽ വിഷയങ്ങൾക്കപ്പുറം ഇന്ത്യ ചർച്ച ചെയ്യേണ്ടത് അൺഎംപ്ലോയ്മെന്റിനെ സംബന്ധിച്ചാണ് എന്നുള്ളതും ഇവിടെ ഈ വിദ്വേഷത്തിന് പകരം സ്നേഹമാണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്നുള്ളതും ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതും രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യ മഹാരാജ്യത്ത് ചർച്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുന്നത്. ഇപ്പോ ഇവിടെ യാത്രയെ തള്ളിപ്പറഞ്ഞവർക്ക് വേറെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യാത്രയെ അനുകൂലിക്കേണ്ടി വന്നു. ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയപ്പോൾ തന്നെ OP ഇന്ത്യ എന്ന് പറയുന്ന RSSന്റെ ഒരു പ്രോ ആയിട്ടുള്ള മീഡിയ, ആ മീഡിയയിൽ വന്ന ഒരു റിപ്പോർട്ടായിരുന്നു കണ്ടെയ്നർ യാത്ര. ആ അതേ റിപ്പോർട്ട് കേരളത്തിലെ ചില RSS വിരോധികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ, യുവ ബുദ്ധിജീവികൾ അവർ ഏറ്റുപാടുകയായിരുന്നു. OP ഇന്ത്യയുടെ അതേ റിപ്പോർട്ടാണ് ഇവിടെ ചില ഇടതുപക്ഷ യുവ ബുദ്ധിജീവികൾ ഏറ്റുപാടിയത്. കണ്ടെയ്നർ യാത്ര, ലക്ഷറി യാത്ര, ഈ പറഞ്ഞവരുടെ യുവജന സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. യാത്ര കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ കയറിയപ്പോൾ ആദ്യം ഈ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നത് CPMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഈ ഭാരതത്തെ അത് ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള, ഐക്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള യാത്രയാണെന്ന്. യൂസഫ് തരിഗാമിയൊക്കെ തടഞ്ഞുവെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം വരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയങ്ങളുണ്ട്. പക്ഷേ എതിർത്തവരെയൊക്കെ കൊണ്ട് വളരെയധികം അനുകൂലിപ്പിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഈ യാത്രയിൽ